സ്വർഗമൊരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ എന്ന പുസ്തകമാണിത്. ദൈവം തിരഞ്ഞെടുത്ത വസൂല റീഡന്റെ അസാധാരണമായ ജീവിതാനുഭവങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ നിങ്ങളും ചേരൂ. സ്വർഗം ഒരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ എന്ന പോഡ്കാസ്റ്റ് പരമ്പര വസൂല റീഡന്റെ ജീവിതകഥയാണ്. ദൈവത്തിന്റെയും ദൈവദൂതന്മാരുടെയും സാത്താന്റെയും പിശാചുക്കളുടെയും പ്രകൃത്യാതീത ലോകത്തെക്കുറിച്ചുള്ള നേരിട്ടുള്ള വിവരണമാണിത്. നമ്മുടെ ലോകത്തിന് സമയോചിതവും നിർണായകവുമായ ഒരു സന്ദേശം, നിങ്ങൾക്ക് കേൾക്കാനാകുന്ന ഏറ്റവും ചിന്തോദ്ദീപകമായ സാക്ഷ്യങ്ങളിലൊന്ന്. വസൂലയുടെ ആത്മീയ യാത്ര മനുഷ്യരാശിക്ക് വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ മിക്ക ആളുകൾക്കും അവ അജ്ഞാതമാണ്. ദൈവം നല്ലവനെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം കഷ്ടപ്പാടുകൾ അനുവദിക്കുന്നത്? ദൈവവുമായുള്ള മനുഷ്യന്റെ ബന്ധം എങ്ങനെ പുനഃസ്ഥാപിക്കാൻ കഴിയും? നാം അറിയുന്ന ഈ ലോകം എത്രമാത്രം സുരക്ഷിതമാണ്? നാം യുഗാന്ത്യത്തിലേക്ക് പ്രവേശിക്കുകയാണോ? ഈ പോഡ്കാസ്റ്റുകൾ ശ്രദ്ധിക്കൂ. മേൽ പറഞ്ഞതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും. വസൂല പ്രകൃത്യാതീത ലോകം കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും ബാധിക്കുന്ന മറഞ്ഞിരിക്കുന്ന ശക്തികളെ അനുഭവിച്ചിട്ടുണ്ട്. ഇത് അവളുടെ അസാധാരണമായ കണ്ടുമുട്ടലുകളുടെയും അവ നമുക്കെല്ലാവർക്കും എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിന്റെയും കഥയാണ്. ചിലപ്പോൾ വേദനാജനകമാണെങ്കിലും എപ്പോഴും പ്രതീക്ഷ നൽകുന്ന ഈ ജീവിതകഥ ദൈവസ്നേഹത്തിന്റെയും നീതിയുടെയും വരാനിരിക്കുന്ന കാര്യങ്ങളുടെയും ഒരു നേർക്കാഴ്ച നമുക്ക് നൽകുന്നു. ഒരു ഗ്രീക്ക് കുടുംബത്തിലാണ് വസൂല റീഡൻ ജനിച്ചത്. ഈജിപ്തിലും സ്വിറ്റ്സർലാൻഡിലും വളർന്നു. പിന്നീട് അവർ ഒരു സ്വീഡിഷ് പുരുഷനെ വിവാഹം കഴിച്ചു. 20 വർഷത്തിലേറെയായി ഒരു കരിയർ നയതന്ത്രജ്ഞന്റെ ഭാര്യയുടെ ജീവിതം നയിച്ചു. കൂടുതൽ വർഷങ്ങളും ആഫ്രിക്കയിലും ഏഷ്യയിലും ചെലവഴിച്ചു. വിനോദം, പെയിന്റിംഗ്, ടെന്നീസ് കളി എന്നിവയാൽ നിറഞ്ഞതായിരുന്നു അവളുടെ ദിവസങ്ങൾ. സമ്മർദ്ദമില്ലാത്ത ആനന്ദകരമായ ഒരു ജീവിതമായിരുന്നു അത്. 1985 നവംബർ 28 ഒരു മുന്നറിയിപ്പുമില്ലാതെ അവളുടെ കാവൽ മാലാഖിയായ ദാനിയേൽ പ്രത്യക്ഷപ്പെട്ടതോടെ അവളുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. ദൈവസേവനത്തിനായി ജീവിതം സമർപ്പിക്കുക എന്ന ദൈവിക വിളി അവൾക്ക് ലഭിച്ചു. ഈ പോഡ്കാസ്റ്റ് പരമ്പര അവളുടെ കഥയാണ്. നിങ്ങൾ കേട്ടത് സ്വർഗം ഒരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.